ന്യൂസ് ക്യാൻ മീഡിയയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷൻ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 1600 രൂപയാണ് മാസം ക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് ഈ പിണറായി സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ അത് നടപ്പാക്കിയില്ല. സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്ര സർക്കാർ വായ്പാ പരിധി വെട്ടിക്കുറച്ചതും നമ്മുടെ സംസ്ഥാനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ തുക ഉയർത്തുമെന്നും കുടിശ്ശിക 2 ഘട്ടമായി തന്നു തീർക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിന് പിന്നാലെ അതിന്റെ നടപടികളിലേക്ക് കടക്കുകയാണ്. ക്ഷേമ പെൻഷൻ തുകയിൽ 100 രൂപയുടെ ഒരു വർധനവ് ഉറപ്പായി കഴിഞ്ഞു. അതായത് 1700 എന്ന നിരക്കിലേക്ക് വളരെ വൈകാതെ ക്ഷേമ പെൻഷൻ ഉയർത്തുകയും ചെയ്യും. മാത്രമല്ല, ക്ഷേമ പെൻഷൻ 1700 ആക്കി ഉയർത്തുമ്പോഴും എല്ലാ അർഹതയുള്ള വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യം ഒരു തടസ്സവും കൂടാതെ ലഭിക്കുകയും ചെയ്യും. നിലവിൽ എല്ലാ തരത്തിലും സംസ്ഥാന സർക്കാർ വിതരണം നടത്തുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വാങ്ങുന്ന 7 ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ തുക കേന്ദ്രവിഹിതം കുറഞ്ഞാണ് ലഭിക്കുന്നത്. പക്ഷേ അവരുടെ തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ സർക്കാർ. അതായത് എല്ലാ മാസങ്ങളുടെയും 20-നും 30-നും ഇടയിലുള്ള തീയതികളിൽ പെൻഷൻ ഓർഡർ ഇറങ്ങും. അതിനുശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുകയും ചെയ്യും. ഒരു മാസം 900 കോടി രൂപയാണ് ഇതിനു വേണ്ടി സർക്കാർ അനുവദിക്കുന്നത്. കൂടാതെ 5 മാസത്തെ കുടിശ്ശിക 2 ഘട്ടമായി തന്നു തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതായത് 2 ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷവും ശേഷിക്കുന്ന 3 ഗഡുക്കൾ അടുത്ത സാമ്പത്തിക വർഷവും വിതരണം ചെയ്ത് തീർക്കുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കുടിശ്ശിക അനുവദിക്കുന്ന സമയത്തും എല്ലാ മാസങ്ങളിലും അതത് മാസങ്ങളിലെ പെൻഷൻ കൃത്യമായി അനുവദിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ ഫണ്ട് കുടിശ്ശിക ഉള്ളതിനാൽ അവ കൊടുത്തു തീർക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിനായി സെസ് കാര്യക്ഷമമായി പിരിച്ച്, പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ സെസ്സുകൾ കൃത്യമായി പിരിച്ച് അർഹതയുള്ളവർക്ക് വേഗത്തിൽ വിതരണം ചെയ്യുമെന്നും അറിയിച്ചു. അങ്ങനെ ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കൂടുതൽ ത്വരിതപ്പെടുത്തുമെന്നും ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് നൽകുമെന്നും ഇപ്പോൾ സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഈ മാസവും പെൻഷൻ വിതരണം ഉണ്ടാകും. എത്ര ഗഡുക്കളാണ് വിതരണം ചെയ്യുന്നതെന്ന് അടുത്ത ദിവസങ്ങളിൽ അറിയുവാൻ സാധിക്കുന്നതാണ്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.